ഇതാര് സുനിലോ? കുറെ നാളായാലോ കണ്ടിട്ട്. ഇങ്ങോട്ട് വരണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ നടക്കണ്ടേ. സമയം കിട്ടിയിട്ടല്ലേ എപ്പോഴും വന്നത്. അച്ഛനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതാ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇങ്ങ് വന്നത്. എന്നെ പോലെയാണോ താൻ? താനൊരു നിയമപാലകനല്ലേ? ഒരുപാട് പണിയുണ്ടെന്ന് ചിന്തിക്കാനുള്ള വകതിരുവൊക്കെ അത്യാവശ്യം എനിക്കും ഉണ്ടടോ. അച്ഛാ, ഇത് ഹരിപ്രസാദ് വലിയൊരു ബിസിനസ്മാനാണ്, എൻ്റെ ഒരു ചങ്ങാതിയും കൂടിയാണ്. ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ഒരിക്കൽ ഞാൻ അച്ഛനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് കാണണമെന്ന് പറഞ്ഞതാണെങ്കിലും ഇപ്പോഴാണ് സമയം കിട്ടിയത്. എവിടെയാ വീട്? പാലായിൽ. നാട്ടിലാണോ വിദേശത്താണോ ബിസിനസ്? രണ്ടിടത്തുമുണ്ട്, കൂടുതലും വിദേശത്താണ്. ഗുഡ്. വാങ്ങിച്ചോ അച്ഛോ? എന്താ ഇത്? അച്ഛൻ ചെയ്യുന്ന നന്മയ്ക്ക് എൻ്റെ ഒരു കൈസഹായം, കുറച്ച് പണമാണ്. ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അച്ഛൻ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എന്നോട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സുനിലിനോട് പറഞ്ഞാലും മതി. കർത്താവിന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും. ആവശ്യക്കാരെ കണ്ടെത്തി നേരിട്ട് സഹായമെത്തിക്കുന്നതിനേക്കാൾ പുണ്യപ്രവൃത്തി വേറെയില്ല. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സിന്റെ ഉടമകളാണ് ഞങ്ങൾക്കൊരു കൈത്താങ്ങും പ്രതീക്ഷയും. ശരി അച്ഛോ. ആ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണം. തീർച്ചയായും. പോവാം.
യാത്രയിൽ നാം പാഴാക്കല്ലേ ഈ ജന്മം. തേങ്ങും നെഞ്ചിൻ തേനായി തളരും മെയ്യിൽ താങ്ങായി നാം ഒന്നായി ചേർന്നിടാം. പുതുലോകം തീർത്തിടാം. നാം ഒന്നായി ചേർന്നിടാം. പുതുലോകം തീർത്തിടാം. താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ വരുവാൻ. കുരുത്തം കെട്ടവൻ, ശശി കുരുത്തം കെട്ടവൻ. ആരാടാ വിളിച്ചത്? ഡൊമിനിക് അച്ഛനാ. എന്താ വിശേഷിച്ച്? അവരിന്നത്തെ ഉപവാസത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഓ, വിളിച്ചതാ. എന്താ നിന്റെ അടുത്ത പരിപാടി? അടുത്ത പരിപാടി ചായ കുടി ആ, അല്ലേ കൃഷ്ണേട്ടാ? എങ്ങനെയുണ്ട് പ്രിയേ? എങ്ങനെയുണ്ട് ഉപവാസമൊക്കെ? അത്ര കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമുക്ക് ഈ ചായയിൽ തുടങ്ങാം. ചായമേലോ? എന്തു ഭ്രാന്തൊക്കെയാണ് നീ ഈ പറയുന്നത്? ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാ ആ, നിങ്ങക്ക് ചിലപ്പോ ഭ്രാന്താന്ന് തോന്നും. ചായ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ലഹരിയാണ്. കുടിക്കണ സമയത്ത് ഇത് കുടിച്ചില്ലെങ്കിലുണ്ടല്ല, വല്ലാത്തൊരു തലവേദന പോലെയാ. പിന്നെ അത് കുടിച്ചാലേ മാറും. അത് നേരാ എന്ന് കരുതിയിട്ട് പറയാം. അമ്മാവ് ഒരു ദിവസം എത്ര ചായ കുടിക്കും? 7 or 8 ചായ കുടിക്കും. എന്താ? നമ്മളൊരു ചായ കുടിക്കുമ്പോൾ 8 ഗ്രാം പഞ്ചസാര അകത്തേക്ക് ചെല്ലും. അപ്പൊ 7 ചായ കുടിക്കുമ്പോൾ 56 ഗ്രാം പഞ്ചസാര അകത്തേക്ക് ചെല്ലും. 54 ഗ്രാം പഞ്ചസാരയല്ലേ ഉള്ളിൽ പോകുന്നുള്ളൂ. അതിലെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം മാത്രമല്ലല്ല, എല്ലാ ദിവസവും അകത്തേക്ക് പോകണില്ലേ? 56 ഗ്രാം എന്നുള്ളത് നമുക്ക് 50 ഗ്രാം ആക്കാം. ഒരു ദിവസം 50 ഗ്രാം. 10 ദിവസം ആകുമ്പോൾ 500 ഗ്രാം. അതൊരു മാസമാകുമ്പോഴോ 1500 ഗ്രാം. ഇനി ഒരു കൊല്ലത്തേക്കാകുമ്പോൾ 18,000 ഗ്രാം. അതായത് 18 കിലോ. 10 വർഷമാകുമ്പോ 180 കിലോ പഞ്ചസാര നമ്മുടെ വയറ്റിൽ പോകും. എന്റെ അമ്മോ, ഇതൊരു വല്ലാത്ത കണക്കായി പോയല്ലോ. ഇതൊരു കണക്ക് മാത്രമല്ല, ഇതൊരു വലിയ സത്യം കൂടിയാണ്. ഇതൊരു ചായയുടെ കണക്ക് മാത്രം. ഇനിയുണ്ടോ? പിന്നല്ലാതെ. നാം കഴിക്കുന്ന ജ്യൂസ്, ഐസ്ക്രീം, മിഠായി, സർബത്ത്, പാൽ, ജിലേബി, പായസം, അലുവ, അങ്ങനെ നമ്മൾ കഴിക്കുന്ന ചോറിൽ പോലും പഞ്ചസാരയുണ്ട്. ചോറിലും പഞ്ചസാരയോ? പിന്നല്ലാതെ. ചോറിൽ ഗ്ലൂക്കോസ് ഉണ്ട്. അതുകൊണ്ടാണ് ഷുഗറുള്ള രോഗികളോട് ഡോക്ടർമാർ പറയുന്നത് അരിഭക്ഷണം കഴിക്കരുതെന്ന്. എന്താ മാവാ, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടോ? ഇതെല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ അറിയാം നമ്മൾ മലയാളികൾ എത്ര ചാക്ക് പഞ്ചസാര തിന്നുന്നുണ്ടെന്ന്. അപ്പൊ എങ്ങനെയാ മാവാ, ചായ കൂടി 7 എന്നുള്ളത് 2 ആക്കി മാറ്റിക്കൂടെ? എന്റെ പൊന്നു മോനെ, 2 ഉള്ളത് 1 ആക്കി മാറ്റി. ഉസ്താദെ, ഒരു പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. ഏത് പെണ്ണ്? നമ്മുടെ വാടകപ്പേരയിലെ പെണ്ണാ. വരാൻ പറയൂ. മോളങ്ങോട്ട് ചെല്ല്. എന്താ മോളെ പ്രശ്നം? ജമീല, ജമീല, എന്താ വിളിച്ചേ? ഇവിടെ വിളിച്ചോണ്ട് അകത്തോട്ട് പോ. കുടിക്കാൻ എന്താണെന്ന് വെച്ചാ കൊടുക്കും. പിന്നെ എന്താണ് കാര്യങ്ങളെന്ന് അന്വേഷിക്കും. മക്കളെ, എന്താ മോളെ പേര്? ഫാത്തിമ. എന്തിനാ മോള് കരയണത്? എന്റെ ഭർത്താവ് ദുബായി പോയിട്ട് 8 മാസമായി. ഇതുവരെ അതൊരു വിവരമില്ല. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യെത്താ. കരയാതിരിക്കേ. കരഞ്ഞാൽ പ്രശ്നം തീരുമോ? എല്ലാത്തിനൊരു പരിഹാരം ഉണ്ടാവും. ഒന്നില്ലേലും ഈ വന്നിരിക്കുന്നത് ഈ പുറയിലേക്കല്ലേ. വിഷമം പറഞ്ഞു വന്നവർക്കാർക്കും അത് മാറ്റി കൊടുക്കാതിരുന്നിട്ടില്ല ഇവിടുത്തെ ഉപ്പ. അതുകൊണ്ട് ഫാത്തിമ, ഈ ബേജാറാവണ്ടിരിക്കേ.
എന്നാ ഞാൻ ഇറങ്ങട്ടെ? പോകാൻ വരട്ടെ. ഞാൻ കാര്യങ്ങൾ ഉസ്താദിനോടൊന്ന് പറയട്ടെ. മൂപ്പരെന്താ പറയുന്നതെന്ന് നോക്കാലോ. ഒക്കെ ശരിയാവും ഫാത്തിമ. ഈ കുഞ്ഞിന്റെ കാര്യം നോക്കണം ട്ടോ. നല്ല ക്ഷീണുണ്ട് ഇവനക്ക്. വാടക കൊടുത്തിട്ട് 6 മാസമായി. വീട്ടിലാണെങ്കിൽ ഒരു സാധനവും ഇല്ല. മോളെ ഫാത്തിമ, ഉമ്മ വിളിക്കുന്നു, വാ. ഒരു വലിയ കഷ്ടപ്പാടില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ. കാര്യങ്ങളൊക്കെ ജമീലത്തെ പറഞ്ഞറിഞ്ഞു. മോള് വിഷമിക്കണ്ട. അവന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എടുത്തു വെക്ക്. ജമാലിനെ അങ്ങോട്ട് പറഞ്ഞുവിടാം. എന്നാ മോൾ പോയിക്കോ. മോളെ നിൽക്ക്. ഉമ്മറെ, നീ എങ്ങോട്ട് പോയേക്കായിരുന്നു? വാടക ഇരിക്കാൻ പോയതാ. എന്നിട്ട് കിട്ടിയോ? ഈ കൊച്ചു മാത്രമേ തരാനുള്ളൂ. അത് വിട്ടേക്ക്. ഒരു 2000 രൂപ നിന്ന്. എന്നാ ഇത് പിടിച്ചു. വാടക തരാണ്ടെന്ന് വിചാരിച്ച് അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കും. എന്നാ പോക്കോ. ഉമ്മറെ, നീ അവളുടെ അടുത്ത് വാടക ഇരിക്കാൻ പോകണ്ട. മനസ്സിലായോ? ജമാലേ, ജമാലേ, എടാ ജമാലേ, മോനെ ജമാലേ. എന്തുപ്പാ? നീ നമ്മുടെ കുന്നമ്പുറത്തുള്ള വാടക വീട് വരെ ഒന്ന് പോണം. അവിടെയുള്ള പെൺകൊച്ചി അവളുടെ കെട്ടിയോന്റെ ഫോട്ടോ തരും. നീ അത് ദുബൈയിലുള്ള നമ്മൾ ആളുകൾക്ക് മെയിൽ ചെയ്യണം. ഓക്കെ. എന്തെങ്കിലും സൂചന കിട്ടിയാൽ പെട്ടെന്ന് അറിയിക്കാൻ പറയണം. ശരിപ്പാ. എന്നാ ഇപ്പൊ തന്നെ പോയിക്കോ. എന്തടാ ആരാ നിക്കണം നോക്കി? എന്താ ജമല വിശേഷം? ഇവിടെ ഒരു സ്ഥലം വരെ വരാനുണ്ടായിരുന്നു. അപ്പോ ഇവിടുന്ന് കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നിട്ട് പോയ കാര്യം നടന്നോ? നടന്നു. ജമാലിന് പോയിട്ട് വല്ല അത്യാവശ്യ കാര്യമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛാ. എങ്കിൽ എന്റെ കൂടെ വരൂ. 1-2 വ്യക്തികളെ കാണാനുണ്ട്. എന്നാ ജമാൽ വന്ന വണ്ടി വിട്ടോ, നമുക്ക് ഇവിടത്തെ വണ്ടിയിൽ പോകാം. ശരി അച്ഛാ. ഫസലേ, എന്നാ നീ പോയിക്കോ, ഞാൻ വന്നോളാം. ശരിക്ക. സണ്ണി, എടാ ബെന്നി, റെഡിയല്ലേ? എന്നാ വാ പോവാം. പോവാം.
ആരെ കാണാനാണ് അച്ഛൻ പോകുന്നത്? ഒരു മെഡിക്കൽ ക്യാമ്പ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് പണച്ചെലവുള്ള കാര്യമാണ്. 1-2 പേരോട് സൂചിപ്പിച്ചപ്പോൾ അവർ പണം തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവരെ കാണാനാ ഈ പോക്ക്. അല്ല, ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താ? 40 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാരും ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. അതാണ് ഈ ക്യാമ്പിന്റെ ഉദ്ദേശം. പിന്നെ ഇതെന്റെ ഐഡിയ അല്ല കേട്ടോ. പിന്നെ നമ്മുടെ വിജയനാണ് ഇതിന്റെ സൂത്രധാരൻ. നമ്മുടെ സ്നേഹാലയത്തിന്റെ പേരിൽ നടത്തുന്നു എന്ന് മാത്രം. പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് ദേ. ദേ വരുന്നുണ്ട്. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കും. അകത്തിരിക്കാം. വേണ്ട, ഇവിടെ ഇരിക്കാം. ഇവിടെ നല്ല കാറ്റാ. ജസീദ, വെള്ളം കുടിക്കാനാണെങ്കിൽ വേണ്ട. ഒരുപാട് പേരെ കാണാനുണ്ട്. അവരെ കാണാൻ മിസ്സായി പോവും. അതുകൊണ്ടാ. ശരി. ഇതാരാ? യൂസഫിന്റെ മോനാ. ഏത് യൂസഫ്? നമ്മുടെ യൂസഫ് മൗലവിയുടെ. ഓ, മോന്റെ പേരെന്താ മോനെ? എന്റെ പേര് ജമാൽ. ഞങ്ങൾ 3 പേരായിരുന്നു കൂട്ട്. ത്രിമൂർത്തികൾ എന്നാ വിളിച്ചിരുന്നത് അല്ലേ ഡോമിനിക്ക്? അതൊക്കെ തിരിച്ചു വരാത്തൊരു കാലം. പിന്നെ ജോണി, ഞങ്ങൾക്ക് പോണം. നിങ്ങൾ ഇവിടെ ഇരിക്കേ. പറഞ്ഞേക്കാൾ ഇത്തിരി കൂടുതലുണ്ട്. കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ. എന്നാ വൈകണ്ട. ശരി, പോക്കറ്റിൽ വെച്ചു. ശരി എന്നാ. ഓക്കെ, വാജമ്മ. ശരി. വാ പോവാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛനെ കാണാതായപ്പോൾ ഞാൻ മില്ലിലേക്ക് ഇറങ്ങിയിരുന്നു. ജോണിയുടെ വീട്ടിലൊന്ന് കയറി. അവിടെ നിന്ന് ഇറങ്ങാൻ വൈകിയതാ. വാ, അകത്തേക്ക് പോവാം. വേണ്ട, ആൻഡോ മില്ലിലേക്ക് ഇറങ്ങിയതല്ലേ, ഇനി ഇരുന്ന് സമയം കളയണം. അത് സാരല്ലച്ചോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഹേയ്, കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. ആൻഡോയ്ക്കും തിരക്കുള്ളതാ, എനിക്കും തിരക്കുള്ളതാ. ദേ, പോണ വഴിക്ക് ഒരാളെ കൂടി കാണാനുണ്ടേ. പുള്ളിക്കാരനെ പെട്ടെന്നൊന്നും കാണാൻ കിട്ടുന്ന ആളല്ല. ഇപ്പൊ ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പോണം. എന്നാ അച്ഛനോട് നിൽക്ക്, ഞാൻ അകത്ത് പോയിട്ട് വരാം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിൽ നന്മയുള്ളവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കർത്താവ് അവരിൽ കുടികൊള്ളുന്നത് കൊണ്ടാ അവരെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാലും ആന്റയുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ അത് മതി. എന്നാ ശരി, ഇറങ്ങട്ടെ. ഓക്കെ, പിന്നെ കാണാം. വാ. കേറി വാ. ഇതാര്? അച്ഛനാ? ഇവന്റെ വെളച്ചിലിപ്പോ ഉണ്ടച്ചാ? ഉണ്ടെങ്കി പറ, ശരിയാക്കി എടുക്കാൻ ഞാൻ. ഇനി ശരിയാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ആള് ഡീസന്റാ അല്ലേടാ? നന്നായ അവന് കൊള്ളാം. ഇന്നും പല കേസുകൾ വരുമ്പോ ആദ്യം അവന്റെ പേരാ വരണത്.
2 കൊല്ലമായി അവൻ എൻ്റെ കൂടെ ഇടതും വലതുമായിട്ട് നടക്കുന്നവനല്ലേ. അന്നു മുതൽ ഇന്ന് വരെ അവൻ ഒരു കുർത്തക്കേടും ചെയ്തിട്ടില്ല. നന്നാവാൻ തീരുമാനിച്ചവന് ഒരവസരം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. പിന്നെ എന്തുണ്ടാച്ച വിശേഷങ്ങള്? ഓ, നല്ല വിശേഷം. ഇവനേതാ? ഇവനും ഇവനെ പോലെ മാനസാന്തരപ്പെട്ട അച്ഛൻ്റെ കൂടെ കൂടിയതാ? ഏയ്, ഇത് ജമാൽ, നമ്മുടെ യൂസഫ് മാലിയുടെ മകനാ. സോറിട്ടോ, സാധാരണ ഇമ്മാതിരി ആൾക്കാരല്ല അച്ഛൻ്റെ കൂടെ ഉണ്ടാവാറ്. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി സുനിലെ? എത്ര കോപ്പിയാ പ്രിന്റ് ചെയ്യണത്? അത് ഇപ്പൊ 1000 കോപ്പി പ്രിന്റ് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്. എത്ര രൂപയും? ഓ, അത് വിജയനോട് ചോദിച്ചാൽ അറിയാം. ജമാലെ, നീ ആ വിജയനൊന്ന് വിളിച്ചേ. ഹലോ. ആ, ജമാലല്ല, ഡൊമിനിക്കച്ചനാ. ആ വിജയ, നമ്മുടെ 1000 ബുക്ക് പ്രിന്റ് ചെയ്യുന്നതിന് എത്ര രൂപ ചെലവ് വരുന്ന പ്രസ്സുകാർ പറഞ്ഞേ? ആണോ? എന്നാ ശരി. ആ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ആ, ഓക്കെ. അത് 40,000 രൂപ വരുമെന്നാ പറയുന്നത്. എന്താ ബുക്കിന്റെ പേര്? ബെസ്റ്റ് കൺട്രി. ബെസ്റ്റ് കൺട്രി, അതായത് നല്ല രാജ്യം. കൊള്ളാം, നല്ല പേര്. ഞാനിപ്പോ വരാം. ഇതാ, ഇത് വെച്ചോളൂ. ആ, നീ ഇതിന്ന് തന്നെ വിജയന് കൊടുക്കണം. ശരി അച്ചോ. ആ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി വെച്ചോ. ഓക്കെ, കാണാം.